ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൂക്കായുടെ സുവിശേഷം 21 അധ്യായത്തിൽ വിധവയുടെ കാണിക്കയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. യേശുവും ശിഷ്യന്മാരും ദേവാലയത്തിൽ ഭണ്ഡാരത്തിൽ ആളുകൾ നേർച്ചയിടുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പല ധനവാന്മാരും വളരെയധികം തുക അവിടെ നിക്ഷേപിച്ചു. എന്നാൽ ആ സമയത്ത് ഒരു വിധവ തീരെ ചെറിയ 2 ചെമ്പുതൊട്ടുകൾ നിക്ഷേപിച്ചപ്പോൾ ഈശോ അവരോട് പറയുന്നു, ഈ വിധവ എല്ലാവരേക്കാളും അധികമായി ഇട്ടു എന്ന്. യഹൂദ മതം അനുശാസിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അത് തങ്ങളുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം നീക്കി വെക്കണമെന്നും അത് ദേവാലയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റണമെന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ജെറുസലേമിലേക്ക് ആളുകൾ വരികയും വലിയ തുകകൾ നിക്ഷേപിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ആളുകൾ വലിയ തുകകൾ നിക്ഷേപിക്കുമ്പോൾ വളരെയധികം വാദ്യമേളത്തോടും വാദ്യാഘോഷത്തോടുമൊക്കെയായിരുന്നു ആ തുകകൾ നിക്ഷേപിക്കുക. അതിൽ നിന്ന് തന്നെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു അവർ നിക്ഷേപിക്കുന്നത് വലിയ തുകയായിരുന്നു എന്ന്. അങ്ങനെയുള്ള ഒരു സ്ഥാനത്താണ് ഈ വിധവയുടെ കാണിക്കയെക്കുറിച്ച് നാഥൻ കൂടുതലായിട്ട് പ്രകീർത്തിക്കുന്നത്. ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വചനഭാഗം, ദശാംശവുമായി കൂട്ടിച്ചേർത്ത ഒരു വചനഭാഗമാണിത്. എന്നാൽ എന്താണ് ദൈവം ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത്? തനിക്കുള്ളത് മുഴുവനും ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു സ്ത്രീയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. നാളെയെക്കുറിച്ചൊരാകുലതയില്ലാതെ അവൾ തനിക്കുള്ളത് മുഴുവനും അവിടെ സമർപ്പിച്ചു. ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ ഇതുപോലുള്ള നിരർത്ഥകമായ കാര്യങ്ങൾ ആവശ്യമില്ല എന്ന് നാഥൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുക കൂടിയാണ് ചെയ്തത്. ദൈവമടക്കം എല്ലാവരും തങ്ങളുടെ പരിധിയിലാണെന്ന് നിശ്ചയിച്ചിരുന്ന യഹൂദന്മാർ സാധു സ്ത്രീയെ പുച്ഛത്തോടെയാണ് നോക്കുന്നത്. എന്നാൽ അതിലൊന്നും അർത്ഥമില്ല എന്ന് ഈശോ എല്ലാവരെയും പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പൂർണ്ണമായ ഒരു സമർപ്പണം, അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നാളെയെക്കുറിച്ച് ആകുലതയില്ലാതെ തനിക്കുള്ളത് മുഴുവനും സമർപ്പിക്കുവാനുള്ള ഒരു മനസ്സ്, അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നാം സ്വായത്തമാക്കേണ്ട പ്രമാണിത്വം എന്ന് പറയുന്നത് അഹന്തയുടെയോ ധാർഷ്ട്യത്തിൻ്റെയോ സ്വയം ന്യായീകരണത്തിൻ്റെയോ എന്നുള്ളതൊന്നുമല്ല. നേരെ മറിച്ച് പൂർണ്ണമായ സമർപ്പണമാണ്. ദാരിദ്ര്യം എന്നത് എന്തിൻ്റെയെങ്കിലും കുറവാണെങ്കിൽ ആ കുറവ് ദൈവസ്നേഹത്തിൽ നികത്തുവാനും ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുവാനും ഈ വിധവ നമ്മളെ പഠിപ്പിക്കുന്നു. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കുവാൻ ഈ വിധവ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. നമുക്കും ആ വിധവയെ പോലെ പൂർണ്ണമായി ഒരു സമർപ്പണം നൽകുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.